ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അത്താണി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. കുറേ ആയിട്ട് ലോങ് വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. ഷോർട്ട് വീഡിയോ ആകുമ്പോൾ അങ്ങനെ പോവുമായിരുന്നു. അപ്പോൾ ഇന്ന് ചെറിയൊരു ലോങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. കുറുക്കനാമ കിട്ടിയ മാതിരി ഞാൻ കുറേ സമയം തലയിറച്ചി തപ്പുന്നതിൻ്റെ ഇടയിൽ അതിൻ്റെ ഒരു കണ്ണ് എൻ്റെ കയ്യിലേക്ക് ചാടുന്നത് വരെ ഞാൻ ആ ശ്രമം തുടർന്നു. കണ്ണ് കിടന്ന് കയ്യിലൊന്ന് ഉരുണ്ടതോടുകൂടെ ഞാനതിട്ടെറിഞ്ഞ് ഓടിപ്പോയി. എൻ്റെ ഇക്ക നല്ല വാരിയെല്ലിൻ്റെ ഭാഗത്തുള്ള ഇറച്ചി ഇങ്ങനെ കോരിയിട്ട് കുട്ടികളൊക്കെ വട്ടറിഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പിലാണ്. ഇക്ക ഇങ്ങനെ ചോറ് കോരി കോരി ഇടുന്നത് വേറെ ചോറാണ്. എന്തൊക്കെ ഇതിൻ്റെയൊക്കെ പേരെന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും നല്ല ടേസ്റ്റായിരുന്നു, നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. കഴിച്ചു കഴിഞ്ഞപ്പോൾ ചേമ്പും താളും പൊളിയും ഒക്കെ മനസ്സിന്ന് പോയി, റാഹത്തായി. ഇങ്ങനെ തന്നെ ആയിരിക്കും ഈ പ്രവാസികളും എല്ലാം മറന്ന് ഇവിടുത്തെ ഭക്ഷണവും ഇവിടുത്തെ എല്ലാ രീതികളിലേക്കും മാറുന്നതെന്ന് ഞാൻ വിചാരിച്ചു. വലിയ തളികയിൽ ചോറിട്ട് സൗദി ആചാരപ്രകാരം ചുറ്റിലിങ്ങനെ ഒന്നായിട്ട് എല്ലാവരും കൂടെ ഇരുന്ന് ഒരു പാത്രത്തിൽ നിന്നായിട്ട് എല്ലാവരും കൂടെ കഴിക്കണത്. നമ്മളെ നാട്ടിലെ മന്തിയും ഇവിടുത്തെ മന്തിയും തമ്മിൽ ടേസ്റ്റിന് ചെറിയൊരു മാറ്റമേ ഉള്ളൂ. എന്നാലും ഇവിടുത്തെ മന്തി ചോറിനാണ് കൂടുതൽ ടേസ്റ്റ് തോന്നിയത്. ഏതായാലും മട്ടൻ മന്തി അടിച്ച് പൊളിച്ച് കഴിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പിലാണ്. ബ്രദർ ഒരു ആടിൻ്റെ കാല് കൊണ്ട് അവിടെ മൽപ്പിടുത്തം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവനതിങ്ങനെ വെച്ചാക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പിലാണ്. 1.5 ആഴ്ച ആയപ്പോഴത്തേക്കും എനിക്ക് ഈ ഭക്ഷണങ്ങളൊക്കെ മടുത്തു തുടങ്ങി. നമുക്ക് നമ്മളെ നാട്ടിലെ 100 രൂപക്ക് മീൻ മേടിച്ചാലും അത് പൊരിച്ചു കാണ്ടും മുരിങ്ങൻ്റെ ഇല താളിച്ച കറിയൊക്കെയാണ് നമുക്കിഷ്ടം. ഏതായാലും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.